ധർണ നടത്തിയ ഡോക്ടർമാരുടെ ശമ്പളം തടഞ്ഞുവെച്ച ഹോമിയോ ഡയറക്ടറുടെ നിലപാടിനെതിരെ ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന സമരത്തിനൊരുങ്ങുന്നു. ശമ്പളം നൽകിയില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്ന് ഡോക്ടർമാരുടെ സംഘടന പ്രഖ്യാപിച്ചു. ഹോമിയോ വകുപ്പിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഏകദിന സമരം നടത്തിയ ഡോക്ടർമാരുടെ ശമ്പളമാണ് ഹോമിയോ വകുപ്പ് തടഞ്ഞത്. ഹോമിയോ വകുപ്പിലെ ക്രമക്കേടുകളും അനാസ്ഥയും ചൂണ്ടിക്കാട്ടി ഏകദിന ധർണ നടത്തിയ ഡോക്ടർമാരുടെ ശമ്പളം തടഞ്ഞുവെച്ച സംഭവം റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. എന്നാൽ വാർത്ത പുറത്തു വന്നിട്ടും ശമ്പളം തടഞ്ഞുവെച്ച നിലപാടിൽ ഹോമിയോ വകുപ്പ് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ KGHMOA സമരത്തിനൊരുങ്ങുന്നത്. ഈ മാസം 13-ന് ഹോമിയോ ഡോക്ടർമാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. വിവിധ സർവീസ് സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൺവെൻഷനും നടത്തും. അതേസമയം ധർണയുടെ പേരിൽ മുഴുവൻ ഡോക്ടർമാരുടെയും ശമ്പളം തടഞ്ഞുവെച്ചത് കേരള ചരിത്രത്തിൽ ആദ്യമാണെന്ന് ഡോക്ടർമാരുടെ സംഘടന ആരോപിച്ചു. ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഇത് ആദ്യമാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ധാരണ നടത്തിയതിന്റെ പേരിൽ ശമ്പളം തടയുക എന്നുള്ളത് കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഒരു വകുപ്പിനും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നടന്നിരിക്കുന്നത്. നേരത്തെ അലോപ്പതി ഡോക്ടർമാർ നടത്തിയ നിസ്സഹകരണ സമരത്തിനെതിരെ ആരോഗ്യവകുപ്പ് ഡയസ്നോൺ പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് മുന്നറിയിപ്പില്ലാതെ ധർണാ സമരത്തിനെതിരെ ഡയസ്നോണുമായി ഹോമിയോ വകുപ്പും രംഗത്തെത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.